ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നതെന്നല്ലേ, ഇന്ന് നമ്മൾ ഓഫീസിൽ വിഷുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മളോട് എല്ലാവരോടും സാരി ഇട്ട് വരാൻ പറഞ്ഞാൽ, പക്ഷേ ഞാൻ നൈസായിട്ട് സ്കിപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അച്ഛൻ കണ്ടോ, അച്ഛൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വാഴയിലേക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി സദ്യ ഓർഡർ ചെയ്യുക ചെയ്ത് ഓഫീസിലേക്ക്. അപ്പോൾ അത് കഴിക്കാനായിട്ട് വാഴയില വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അച്ഛൻ ഇതൊക്കെ മുറിച്ച് നല്ല വൃത്തിയിൽ സെറ്റ് ആക്കിയിട്ട് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല പാക്ക് ചെയ്ത് ബന്ധൂസാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾ ഈ സൗണ്ട് കേൾക്കണം നോക്കേണ്ട വിഷയമല്ലേ, പടക്കം പൊട്ടണം ഒച്ചയായിട്ടാണ് കേൾക്കണം. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൻ്റെ അടുത്തുള്ള പിള്ളേർ പടക്കം പൊട്ടിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയാണ് കേട്ടത്. ഓക്കെ, പിന്നെ വിഷു പരിപാടിയാണെങ്കിൽ നമുക്ക് വർക്കിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വർക്ക് ഉണ്ട് കേട്ടോ, വർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ സമയമാകുമ്പോൾ പോയി പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ഈ വാഴയില ഇതൊക്കെ ആയിട്ട് നമ്മൾ തലയിൽ വെച്ച് പോകേണ്ട അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റായി. എനിക്ക് വാഴയില അതേമാതിരി ഒരു കവറിലൊക്കെ ഇട്ടാച്ച റെഡിയാക്കി തന്നേനെ. അപ്പോൾ ഇതും കൊണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പിന്നെയും പടക്കം പൊട്ടി. ഓക്കെ, നെവർ മൈൻഡ്. അപ്പോൾ അതാ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കും. പിന്നെ ഇത് അച്ഛൻ്റെ പൂച്ചയാണ് കേട്ടോ, ടിങ്കു എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ബസ് സ്റ്റോപ്പിലെത്തി. പ്രബോധിനി ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി എനിക്ക് ഇവിടുന്ന് ബസ് കയറണം നമ്മളുടെ ഓഫീസിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഓഫീസിലെത്തി. എഗെയിൻ പടക്കം ഡോറിൻ്റെ അവിടെ തന്നെ നല്ലൊരു കണിക്കൊന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കണിയൊക്കെ ഒരുക്കിയതാരാന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, ഓഫീസിലുള്ള വിവേകാണ് ഇതിൻ്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ച ഡോർ ഓർക്കുമ്പോഴത്തേക്ക് വിവേക് നീലയിൽ മുങ്ങി കൃഷ്ണനായി നിൽക്കുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായതോ, നല്ല രീതിയിൽ കണിയൊക്കെ ഒരുക്കി. പിന്നെ കൂടെ അതിലും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ കണിയൊക്കെ കണ്ട് നമ്മൾ തുറന്ന് വന്നപ്പോൾ തന്നെ ഇത് നമ്മുടെ ഈ ഒരു വർഷത്തെ ഫസ്റ്റത്തെ കണി കാണലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണിയൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസവും സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കണിയൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് നമ്മളുടെ ടീം ഹെഡൊക്കെ വന്നത് കേട്ടോ. അതായത് സഫാജിയും ഹാരി സാറൊക്കെ ആ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ പിന്നെ വന്നൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി മീൽസിന് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് സദ്യയ്ക്ക് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ സദ്യ വന്നില്ല ഗൈസ്. സദ്യ അവിടെ ഭയങ്കര തിരക്കായിട്ട് ആൾ കൊണ്ടു തന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനീഷ്യലി പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലേനു. അതായത് ഒരു ആദ്യം നമ്മൾ ഇച്ചിരി എമൗണ്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യേണ്ട പരിപാടി നമ്മൾ ചെയ്തില്ല. അതാണ് ഒരു പ്രശ്നം പറ്റിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉച്ച നേരത്തെ സദ്യ അവിടെ കിട്ടുമെന്ന് തപ്പിയിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. അങ്ങനെ ഫൈനലി മെയ്ഫ്ലാസിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സദ്യ നമ്മൾ 7 ആൾക്കാർക്കുള്ള നമ്മുടെ ടേബിൾ ബുക്ക് ചെയ്തു. 7 ആൾക്കാരെല്ലാം നമ്മളുള്ളത്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ മിസ്സിങ് ആണ് കേട്ടോ, നമ്മുടെ ടീമിൽ നിന്ന് മിസ്സിങ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ സദ്യയാണ് കഴിച്ചത്. അപ്പോൾ ഈ കൊല്ലത്തെ വിഷുവിൻ്റെ ഫസ്റ്റ് സദ്യ അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പം സദ്യേൻ്റെ ഒരു ഓവറോൾ കാര്യം പറയാനാണെങ്കിൽ കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചതും കൂടെ ഓർഡർ ചെയ്തിരുന്നു. ഇവിടെ നിന്നല്ല, നമ്മൾ പുറത്തുനിന്ന് അതായത് സ്വിഗ്ഗി ത്രൂ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടെ ഈ സദ്യേൻ്റെ കൂടെ കഴിക്കുകയായിട്ടാണ് ഉണ്ടായത്. അപ്പം ഒന്നും പറയാനില്ല, ലൈക്ക് നമ്മുടെ പ്ലാൻ ഏകദേശം ഫ്ലോപ്പായിട്ടുണ്ടെങ്കിലും സദ്യ കൊള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടൈമിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അച്ഛൻ പാക്ക് ചെയ്ത് തന്ന വാഴയില ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നാണ്. അപ്പോഴാണ് വിവേക് പറയുന്നത് ഓൻ്റെ വീട്ടിൽ വാഴയില്ല, അപ്പോൾ അതുകൊണ്ട് ഓൻ കൊണ്ടുപോയിക്കോളാം എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഓന് ഈ വാഴേൻ്റെ ഇല കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളുടെ പായസം അത് മസ്റ്റാണല്ലോ. അപ്പോൾ നല്ലൊരു അടപ്രഥമനും കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് വയ്യ, ആരോഗ്യമില്ലേനു. പിന്നെ അത് മാത്രമല്ല, നട്ടുച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ഫുൾ സദ്യയും കഴിച്ചു. പിന്നെ കൂടാണ്ട് ഭയങ്കര ചൂടും ഇതൊക്കെ കൂടിയായിട്ട് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ മാതിരിയേനു കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ചൂടാണ് കൈസ് കോഴിക്കോട്. എന്താണ് നിങ്ങളെ നാട്ടിൽ ചൂടുണ്ടോ എന്നൊക്കെ പറ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഫീസിലെത്തി. തിരിച്ച് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ 5 മണിക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം വന്നിട്ട്. എന്താണ് ആക്ച്വലി നിങ്ങളുടെ വിശേഷം, നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. Thank you so much.